നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങമാസം 22-ാം തീയതി ചതയ ദിനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ഗുരുദേവന്റെ ജന്മദിനമാണിന്ന്. സവർണ മേൽക്കോയ്മയ്ക്കും ജാതി വിവേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പിറന്ന ശബ്ദം. വിദ്യാലയമാണ് മനുഷ്യനെ ഉത്തമനാക്കാൻ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് വിദ്യ. ഈ മഹത് ചിന്തയോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. പതിവ് പോലെ ഇന്നാദ്യം ദിവസഫലമാണ്. ജ്യോതിഷവശാൽ ഈ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്കൊപ്പം പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി ചേരും. എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച 1201 ആണ്ട് ചിങ്ങമാസം 22-ാം തീയതി 7/9/2025. എല്ലാവരും ഓണമെല്ലാം കഴിഞ്ഞ് അതിന് ആലസ്യത്തിലിരിക്കുകയാണ്. ഇന്ന് ഗുരുക്കന്മാരെയൊക്കെ നമിക്കുന്ന ഒരു ദിവസമാണ്. വളരെ ഒരു സമചിത്തത ഒക്കെ എല്ലാവർക്കും വന്ന ഒരു ദിവസമാണ്. ഒരുപാട് അധ്വാനത്തിന് ശേഷം വിശ്രമിച്ച് കൊതി തീർന്ന ഒരു ദിവസമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരാം. അതിനു മുമ്പായി നമുക്ക് ഈ ആഴ്ചത്തെ ഫലം ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ആഴ്ച മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ഫലമായിരിക്കും കാണുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലം. പ്രതീക്ഷകളുടെ ഒരു വാരമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന തൊഴിലുകളെല്ലാം പുനരാരംഭിക്കുവാനും കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും സാമ്പത്തികമായി സഹായങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും. തിരക്കേറിയ ഒരു വാരമായിരിക്കും ഇത്. അതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാനം കാണുന്നു. ചില അസുഖങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ശാന്തമായി പോകുന്നതാണ്. തലവേദന, ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ ഒന്ന് അധികരിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. നമുക്കടുത്ത ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് വളരെ ആശ്വാസകരമായൊരു വാരമായിരിക്കും ഇത്. ഉദ്ദേശങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട്. ആലസ്യത്തിൽ കിടന്ന കാര്യങ്ങളെല്ലാം ഊർജ്ജസ്വലമാകാനായി സാധ്യതയുണ്ട്. നമ്മുടെ തന്നെ അലസത ഒന്ന് മാറുന്നതാണ്. അതേപോലെ എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ പിതൃസ്മരണയ്ക്ക് പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് പിതൃക്കൾ നമ്മുടെ കറുത്ത വാവ് ദിവസം വരുന്നത് പോലെ ഇന്ന് പിതൃസാന്നിധ്യം വരുന്ന ഒരു ദിവസമാണ് നമുക്ക് സ്പിരിച്വലായിട്ട്. അതുകൊണ്ട് പിതൃഭക്തി, പിതൃക്കളെ അനുസ്മരിക്കുക, ബലി അർപ്പിക്കുക, പിതൃക്കൾക്കായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു വാരമായിരിക്കും. ശാസ്ത്രീയമായ തലത്തിൽ ഏർപ്പെടുന്നവർക്ക്, കലാകാരന്മാർക്ക്, സംഗീതത്തിൽ ഏർപ്പെടുന്നിരിക്കുന്നവർക്ക്, സിനിമാ രംഗത്ത് ഏർപ്പെടുന്നവർക്ക്, കലാരംഗത്ത് ഏർപ്പെടുന്നവർക്കൊക്കെ വളരെ പ്രതീക്ഷയുള്ള ഒരു സമയമായിരിക്കും. അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഏതായാലും ഈശ്വര അനുഗ്രഹത്തോടുകൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിലൂടെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ വാരഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത് സഫലമാകുന്നതാണ്. ഉദ്യോഗത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിനനുകൂലമായൊരു സാഹചര്യം വന്നു ചേരുന്നതായി കാണുന്നു. അതേപോലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില പ്രതീക്ഷകൾ കൈവരുന്നതായി കാണുന്നു. വസ്തു സംബന്ധമായ തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ്, വഴക്ക് അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. കിട്ടാനുള്ള പണം കുറേശ്ശെയായി കിട്ടാനുള്ള ഒരു എഗ്രിമെൻറ്റിലോട്ട് വന്നു ചേരുന്നതാണ്. പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വാരം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടക രാശിക്കാരുടെ വാരഫലം പരിശോധിക്കാം.
കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്, എങ്കിലും ദോഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയില്ല. ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാം. ധനനഷ്ടം സംഭവിക്കാം. അതേപോലെ മാനഹാനി സംഭവിക്കാം. നമുക്ക് സത്യവിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചു വന്ന അപവാദം കേൾക്കാം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ചില ദിവസങ്ങളിൽ അതിന് വിപരീതമായി വരുമാനം വരികയും ചെയ്യും. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. വരുമാനം ഇല്ലാത്ത ദിവസം വളരെയധികം ദുഃഖിക്കേണ്ട. അടുത്ത ദിവസം നമുക്കത് വരുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ദൂരദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂല ദിവസമായിട്ട് കാണുന്നു. കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. കന്നിക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. വാരത്തിൻ്റെ അവസാനമാണ് നല്ല ഫലം കാണുന്നത്. ആദ്യകാലങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നേക്കാം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെല്ലാം വാരത്തിൻ്റെ അന്ത്യത്തിൽ വളരെ അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതാണ്. ദിവസവും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരികയും പ്രതീക്ഷ ഉളവാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്വന്തമായ സ്വകാര്യമായ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാന്തമായൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക. ഗൃഹത്തിലുണ്ടായിരുന്ന കലഹങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വാരാന്ത്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വാരഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമായിരിക്കുകയില്ല. എങ്കിലും ഈ വാരത്തിൻ്റെ അന്ത്യം, ആഴ്ചയുടെ അന്ത്യം ചില പ്രതീക്ഷകളെല്ലാം വരുന്നതാണ്. മനക്ലേശങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എല്ലാ തലത്തിലും ജീവിക്കുന്ന ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് പെടാനുള്ള ഒരു ആഴ്ചയാണ് ഇത്. എന്നാൽ എല്ലാത്തിനും വാരാന്ത്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും പ്രതീക്ഷകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അയവ് വരുത്താനായിട്ട് വാരാന്ത്യം ഉപയോഗപ്പെടുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അവരുടെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. പക്ഷേ ഇവർ എടുത്തുചാട്ടക്കാർ ആയിട്ട് കാണുന്നു. ഈ ആഴ്ച എടുത്തുചാട്ടം മൂലം പല അനർത്ഥങ്ങളും വന്നു ചേരാം. വിവേകത്തോടു കൂടി ചിന്തിക്കാതെ വളരെ വിശാലമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് ആപത്ത് വരുത്തുന്ന ഒരു പ്രവണത ഈ രാശിക്കാർക്കുണ്ട്. ഈ രാശികളിൽ പലരും ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. നന്നായി ആലോചിച്ച് മാത്രം എന്തും ചെയ്യുക. ഒരു കാര്യം എപ്പോഴും പഠിക്കുക, നമ്മൾ ഒരാൾക്കും ധനം കൈമാറരുത്. ഈ ധനുക്കൂറുകാർ ധനം കൈമാറിയാൽ അവർക്കൊരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾ ഏറെ ഉണ്ടാകുകയും ചെയ്യും. ആപത്തുകൾ അവരെ പിന്തുടരും. ശത്രുക്കൾ അവർക്കെതിരായി അവരെ പ്രതിയാക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. അതൊഴിച്ചാൽ വളരെ മനസന്തോഷമുണ്ടാകുന്ന, സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് ശാന്തത ഉണ്ടാകുന്ന ഒരു വാരമാണ് ഇത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര. മകരക്കൂറുകാർക്ക് ഇതേപോലെ വളരെ അനുകൂലമായൊരു വാരം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. ലോട്ടറി അടിക്കാനൊക്കെ യോഗമുള്ള ഒരു വാരമാണ്. സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയില്ല. ധാരാളം പണം കയ്യിൽ വന്നു ചേരുകയും അതുമൂലം സന്തോഷമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും
ബന്ധുമിത്രാദികളിൽ ചിലർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനം ചെലവാക്കാനും സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും സാധ്യതയുണ്ട്. അടുത്തതായി കുംഭക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ വാരം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില സംഭവങ്ങൾ ഗ്രഹത്തിൽ വന്ന് ചേരാനായി സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ കേടുവരാനും അതുമൂലം ധനനഷ്ടം വരാനും വാഹനങ്ങൾക്ക് കേടുവരാനും ധനനഷ്ടം വരാനും ഒക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വളരെ ശാന്തമായ ഒരു സമയമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരം കിട്ടുന്ന വാരമായിരിക്കും. വിദേശയാത്രയ്ക്ക് കൊതിക്കുന്നവർക്ക് തീർച്ചയായും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഇത്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർ ഈ വാരം വളരെ നല്ല അനുകൂലമായ ഫലം തരുന്ന ഒരു വാരമാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു വാരമാണ്. ഔദ്യോഗിക രംഗത്ത് നിന്ന് അനുകൂലമായ അനുമോദനങ്ങളും അതേപോലെ ധനം അല്ലെങ്കിൽ ശമ്പള വർധന ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വാരമായിരിക്കും ഇത്. കായികാധ്വാനം ചെയ്യുന്നവർക്ക് അത്ര നല്ല വാരമല്ല. എന്നാൽ മറ്റ് ചില IT ഫീൽഡിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഇത്. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു വാരമാണ് ഇത്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠയെല്ലാം മാറിക്കിട്ടുന്നതാണ്. സന്താന യോഗത്തിനും ഈ വാരം വളരെ അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു വാരമാണ്. വിവാഹം ഉറപ്പിക്കാനുമുള്ള ഒരു വാരമാണ്. ശാന്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി വിശകലനം ചെയ്ത് പഠിച്ചിട്ട് വേണം എന്തിലേക്കും ഇറങ്ങാൻ. ഒരുപാട് ടെൻഷൻ വരുന്ന ഒരു കൂറാണ് മീനക്കൂറ്. എക്സ്പീരിയൻസ്ഡ് സോളുകളാണ് ഈ കൂറിൽ ജനിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പല ജന്മങ്ങളിലെ ഒരുപാട് ഇൻഫർമേഷൻസ് തലയിലുള്ളതുകൊണ്ട് അവർക്ക് സ്ട്രെസ്സും ടെൻഷനും കൂടുതലാണ്. സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സ്ട്രെസ്സും ടെൻഷനും കൊണ്ടാണ് അവർക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ആത്മവിശ്വാസം കൈവിടാതെ മുൻപോട്ട് പോകുക. വളരെ അനുകൂലമായൊരു വാരമായിരിക്കും. സ്വന്തമായി ഗ്രഹം നിർമ്മിക്കുന്നവർക്കും ഗ്രഹം വാങ്ങുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. സഹായഹസ്തങ്ങൾ നമുക്ക് നീണ്ടുവരുന്നതാണ്. എല്ലാവരുടെയും സഹായത്തോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ഈ വാരത്തിലെ ഫലം. നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചിന്ത നമ്മൾ എന്തിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു തരാം. നമുക്ക് രാഹുകാലം, ഗുളികകാലം എന്ന് പറയുന്ന 2 ദുർമുഹൂർത്തങ്ങൾ ഉണ്ടെന്നാണ് നമ്മളുടെ ജ്യോതിഷപരമായ അറിവ്. കാലാകാലങ്ങളായി നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തി എല്ലാവർക്കും രാഹുകാലം എപ്പോഴാണ് ഗുളികകാലം എപ്പോഴാണെന്നറിയാം. എന്നാൽ 4 മിനിറ്റിൻ്റെ വ്യത്യാസം ഭൂമിയുടെ ചലനത്തിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് രാഹുകാലവും ഗുളികകാലവും വളരെ വ്യത്യസ്തമാണ്. ഉദയം അനുസരിച്ചാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസത്തെ ഉദയം അനുസരിച്ച് രാഹുകാലത്തിൻ്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ രാഹുകാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേത്? എല്ലാവർക്കും രാഹുകാലത്തെ ഭയമാണ്. രാഹുകാലത്തെ ഭയമാണ്. രാഹു അപഹരിക്കുന്ന ആ മുഹൂർത്തത്തിൽ എന്ത് ചെയ്താലും ശുഭകരമായിരിക്കുകയില്ല എന്നൊക്കെ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതത്ര തന്നെ ശരിയല്ല. രാഹു യാത്രയ്ക്ക് മാത്രമാണ് തടസ്സം. രാഹുകാലത്ത് യാത്രയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, യാത്ര മൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ ഇവയൊക്കെയാണ് ബാധിക്കുന്നത്. രാഹുകാലത്ത് പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ റോഡിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം തടസ്സപ്പെടാം, നടക്കാതെ ഇരിക്കാം, വിഷമുള്ളുകൾ കൊള്ളാം. ഇപ്പം പിന്നെ വിഷമുള്ളുകളൊന്നും കാണാനില്ല, ചെടികളും കട്ടുപച്ചകളും ഒന്നും റോഡിലില്ലല്ലോ. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് വേണമെങ്കിൽ കാല് തട്ടി മുറിവേക്കാം. അവിടെ നിന്ന് നമുക്ക് ബാക്ടീരിയയും ഒക്കെ കാലിൽ കടന്ന് പഴുപ്പുകളൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ മരുന്നുകളുണ്ടല്ലോ നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള മരുന്ന്,
അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാഹുകാലത്ത് ഇറങ്ങുമ്പോൾ ആ ദിവസം നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഈ രാഹുകാലത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിവാഹം. രാഹു വിവാഹത്തിൻ്റെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. രാഹുവും കേതുവും വിവാഹത്തിൻ്റെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. എന്നാൽ കേതു 7-ലോ 8-ലോ നിന്ന് കഴിഞ്ഞാൽ വിവാഹം താമസമുണ്ടാകും. രാഹു 7 നിന്നാൽ വിവാഹ താമസമില്ല, വൈവാഹിക ക്ലേശങ്ങളുണ്ടാകും. പക്ഷേ മുഹൂർത്തമാകട്ടെ, രാഹുകാലത്ത് മുഹൂർത്തം വന്നാൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ബുധനാഴ്ച. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് രാഹുകാലം. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്കൊരു മുഹൂർത്തമുണ്ട്. അതിനെ നമ്മൾ അഭിജിത്ത് മുഹൂർത്തം എന്നാണ് വിളിക്കുക. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ എല്ലാ പാപഗ്രഹങ്ങളുടെയും ശിരസ് വിഷ്ണു ഭഗവാൻ വെട്ടിയെറിഞ്ഞിരിക്കുകയാണ് എന്നൊരു വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ ദിവസം വളരെ ഉച്ചയിലെത്തുന്ന ദിവസമാണ്. അപ്പോൾ നിഴലുകൾ ഇല്ല. എന്താണ് ഈ മുഹൂർത്തം? മുഹൂർത്തം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. വിവാഹ മുഹൂർത്തം, ഗ്രഹം പാലുകാച്ചാനുള്ള മുഹൂർത്തം, കയറി താമസിക്കാൻ മുഹൂർത്തം, കുട്ടിക്ക് നൂല് കെട്ടാൻ മുഹൂർത്തം എന്ന് വേണ്ട ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ, നമ്മൾ സൂര്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സൂര്യൻ്റെ എനർജിയാണ് നമ്മുടെ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സൂര്യൻ മറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ സൂര്യനെ നിഴലുകൾ മറയ്ക്കുക. ഈ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ അശുഭഫലമാണ് ഉണ്ടാവുക. അപ്പോൾ പാപഗ്രഹങ്ങൾ എല്ലാ രാശികളും നിറഞ്ഞു നിൽക്കുകയും ഒരു രാശി പോലും പാപഗ്രഹങ്ങൾ ഇല്ലാതാകുകയും ചെയ്ത്, പാപഗ്രഹങ്ങൾ ദൃഷ്ടിയോ ഒരു രാശിയിലും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ സാമീപ്യമോ യോഗമോ ഒന്നും ഇല്ലാതെ വരികയോ ചെയ്താൽ, അല്ലെങ്കിൽ നിഴൽ വീശാത്ത ഒരു സമയം ആണ് നമ്മുടെ മുഹൂർത്തമായി കണക്കാക്കുന്നത്. എന്നാൽ പാപഗ്രഹങ്ങൾ എല്ലായിടത്തും നിരന്നു നിന്നാൽ നമുക്ക് ഓരോ കാര്യത്തിനും മുഹൂർത്തം എടുക്കുമ്പോൾ ഓരോ ഭാവങ്ങൾക്ക് മുഹൂർത്തം, അതായത് ഗ്രഹം പാല് കാച്ചാനോ കുറ്റിയടിക്കാനോ അല്ലെങ്കിൽ കട്ടള വയ്ക്കാനോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രഹസംബന്ധമായ കാര്യങ്ങൾ നോക്കാൻ നമ്മളുടെ 4-ാം ഭാവമാണ് ശ്രദ്ധിക്കുന്നത്. 4-ാം ഭാവം ശുദ്ധമായിരിക്കണം. മുഹൂർത്തം എടുക്കുമ്പോൾ 4-ാം ഭാവം ശുദ്ധമായിരിക്കണം. ആ 4-ാം ഭാവം ശുദ്ധമായാൽ നമുക്ക് ഗ്രഹസംബന്ധമായ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വേണം. വ്യാഴം അനുകൂലം അല്ലെങ്കിൽ ശുഭദൃഷ്ടി, ശുക്രൻ്റെയോ ചന്ദ്രൻ്റെയോ ഒക്കെ ദൃഷ്ടി അതിലേക്ക് ഉണ്ടാകണം. അതാണ് മുഹൂർത്തം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത മുഹൂർത്തം എടുത്താൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഒന്നും ശുഭമായിരിക്കുകയില്ല, വളരെ അനർത്ഥങ്ങൾ ഉണ്ടാകാം. അത് ഇന്ന അനർത്ഥം എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെയാണ് 7-ാം ഭാവത്തിൽ, വിവാഹകാര്യത്തിന് 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹങ്ങളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുഹൂർത്തം എടുക്കാം. ഇപ്രകാരം മുഹൂർത്തം എടുക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ എല്ലാ മാസവും മുഹൂർത്തങ്ങൾ അത്ര കണിശമായി കിട്ടുകയില്ല. ഈ ഇത്തവണത്തെ ചിങ്ങമാസത്തിൽ അധികം മുഹൂർത്തങ്ങളില്ലാത്തൊരു മാസമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് ഒരു മുഹൂർത്തം അറിയണമെങ്കിൽ, നമുക്ക് അത്യാവശ്യമാണ് ഇത് നടത്തിയേ തീരൂ എന്നുണ്ടെങ്കിൽ, ഈ ചിങ്ങമാസത്തിൽ തന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്നതാണ്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ്. മിക്കവാറും നട്ടുച്ചയ്ക്കാണ് അത് വരുന്നത്. ആ നട്ടുച്ച സമയത്താണ് മിക്കവാറും വിവാഹങ്ങളെല്ലാം നടക്കുന്നത്. ഒരുപാട് വിശ്വാസം ഉള്ള ആൾക്കാർ, വിശ്വാസികൾ അല്ലെങ്കിൽ ഒരുപാട് തലത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഈ നട്ടുച്ചയ്ക്ക് വിവാഹം നടത്തുന്നതായി കണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് സൂര്യൻ വളരെ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നിഴലുകളില്ലാത്ത ഒരു സമയമാണ്. നിഴലില്ലാത്ത സമയത്തിന് നമ്മൾ മുഹൂർത്തം എന്ന് വിളിക്കുന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഏത് കർമ്മങ്ങളും നിർവഹിക്കാവുന്നതാണ്. അതിന് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇന്നത്തെ ജ്യോതിഷപരമായ ചെറിയ ഒരറിവ്, എനിക്കുള്ള ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ പുതിയ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസവും അല്ലെങ്കിൽ നന്മയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും അതുവരെ ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കാലം മാറുമ്പോഴും മായാതെ നിൽക്കുന്ന ചില വരികളുണ്ട്. ആ വാക്കുകൾക്ക് നമ്മളിലേക്ക് വെളിച്ചം പകരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു ദാർശനികന്റെ ദീർഘവീക്ഷണമാണ്. 1 നൂറ്റാണ്ട് മുൻപ് ഗുരുദേവൻ നമുക്ക് നൽകിയ ആ 10 ശ്ലോകങ്ങൾ വെറും പ്രാർത്ഥനാഗീതമല്ല. അതെ, അത് ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനമാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും ഒരു തോണിയിൽ ഒരുമിച്ച് ചേർത്ത് ആ തോണിയുടെ അമരക്കാരനായി ദൈവത്തെ കാണിച്ചുകൊണ്ട് ഗുരു നമ്മെ പഠിപ്പിച്ചത് മാനവികതയുടെ വലിയ പാഠമാണ്. ഈശ്വര സങ്കല്പത്തെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് പകർന്നു നൽകിയ ദൈവദശകം. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ആത്മീയമായ ആഴങ്ങളിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം യാത്ര ചെയ്യാം. രാമായണ മാസം നമുക്ക് അത്രമേൽ ആത്മീയ അനുഭവ വേദ്യമാക്കിയ ശ്രീലക്ഷ്മിയുടെ സ്വരമാധുര്യത്തിൽ തന്നെ കേൾക്കാം ഗുരുദേവന്റെ ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസ്സിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ആരാധ്യനതോർത്തിയിടുകിൽ ഞങ്ങൾ കവിടും നാം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളും
വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ? നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. മുൻപായി നിലക്കൊച്ചയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സും വപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്തു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. സന്യാസികളില്ലിങ്ങനെയില്ലമയുന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂ മല പോലെ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. വേദാഗമസാരങ്ങളറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. മോഹാകുലരാം ഞങ്ങളെ അങ്ങേടെയടിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിയടിപ്പൂ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അങ്ങേ തിരുവുള്ളൂറിയുരൻപിൻ വിനിയോഗം ഞങ്ങൾക്കും ശുഭം ചേർത്തിടു നീ ഞങ്ങളുടെ യോഗം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ഗുരുദേവ സ്മരണയിൽ ഇന്ന് ചതയം. ഗുരുവിന്റെ വിപ്ലവമാണ് ആധുനിക കേരളം. വർഷം 1888 മാർച്ച് 11. ജാതിച്ചെളിക്കുണ്ടിൽ പുളഞ്ഞുകിടന്ന കേരളം. ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ക്ഷേത്രപ്രവേശനം പോയിട്ട് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴി നടക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഇരുൾക്കാലം. അന്നൊരു ശിവരാത്രി ഒരു 33കാരൻ അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. നിവർന്നത് ശിവലിംഗ സമാനമായ ഒരു കല്ലുമായി. ആ തീരത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠാവകാശം ജന്മസിദ്ധമെന്ന കൊടും കള്ളത്തിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണ്യം ഞെട്ടി. അവരോട് അത് നമ്മുടെ ശിവനാണെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മറുപടി. അത് ഒരു പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല, നവകേരളത്തിൻ്റെ തറക്കല്ലായിരുന്നു.
വ്യവസ്ഥിതിയെ മാറ്റിമറിച്ച വിപ്ലവം, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന പ്രഖ്യാപനം. ഇരുൾ മൂടിയ നാട്ടിലേക്ക് പ്രകാശം പടർന്നു. ഏതെങ്കിലും മതവുമായോ ജാതിയുമായോ തനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഗുരു. മനുഷ്യാണ് മനുഷ്യത്വം. നരജാതിയിൽ പിറന്നവർക്ക് ഒരു ജാതി, മനുഷ്യജാതി. മനുഷ്യന് ഒരു മതം, മനുഷ്യത്വം. ലോകത്തോളം പ്രകാശം പരത്തി നിൽക്കുന്ന മഹാഗുരുവിന് ഇന്ന് ജയന്തി. വിശ്വഗുരുവിന്റെ ജയന്തി ആഘോഷം ലോകമെമ്പാടും കൊണ്ടാടുകയാണ്. ജന്മഗൃഹം നിലകൊള്ളുന്ന ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലും പ്രത്യേക പ്രാർത്ഥനയും പൂജകളും ഉണ്ടാകും. ഗുരുമന്ദിരങ്ങൾ കേന്ദ്രീകരിച്ച സദ്യയൊരുക്കും. വിവിധയിടങ്ങളിൽ ജയന്തി ആഘോഷ വാഹന റാലികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചെമ്പഴന്തിയിലെ ജയന്തി ആഘോഷ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഗുരുവിന്റെ ജന്മഗൃഹമായ വയൽവാരം വീട് ഇന്നും പഴമ ചോരാതെ സംരക്ഷിക്കുന്നുണ്ട്. വയൽവാരം വീടും ഗുരുകുലവും ശ്രീനാരായണീയരുടെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ്. ഈ വീട്ടിലായിരുന്നു 1856 ഓഗസ്റ്റ് 30 കേരള നവോത്ഥാന നായകൻ പിറവി കൊണ്ടത്. വയൽവാരം വീട്. ഗുരു ബാല്യകാലം ചെലവഴിച്ച വീട് ഇന്നും പഴമ ചോരാതെ, പ്രൗഢി പോകാതെ സംരക്ഷിക്കുന്നുണ്ട്. ആയിരങ്ങളാണ് ദിവസേന വയൽവാരം വീട് സന്ദർശിക്കാനെത്തുന്നത്. ചെമ്പഴന്തി ഗുരുകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഗുരുജയന്തി തന്നെ. നാട്ടിലും വിദേശത്തു നിന്നുമായി ഗുരുഭക്തർ ചതയദിനത്തിൽ ഇവിടെ എത്തും. ചെമ്പഴന്തി ഗുരുകുലത്തിൽ നിന്നുള്ള ചതയദിന ഘോഷയാത്രയും പ്രസിദ്ധമാണ്. ഈ ചെമ്പഴന്തി ഗുരുകുലം സ്ഥാപിച്ച ധർമ്മതീർത്ഥ സ്വാമിയുടെ 50ാമത്തെ സമാധി ദിനം കൂടെ വരും ഈ വർഷം. അതിൻ്റെ കൂടെ പിന്നെ 125 വാർഷിക സർവമത സമ്മേളനത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡൽഹിയിലേക്ക് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ നടക്കുന്നുണ്ട്. അതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഗുരുകുലത്തോട് ചേർന്ന് ക്ഷേത്രവും കൺവെൻഷൻ സെന്ററും ഡിജിറ്റൽ മ്യൂസിയവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പഠിക്കാനും സംഘടിക്കാനും മാത്രമല്ല, സാധാരണക്കാരന്റെ ആരാധനയ്ക്കുള്ള അവകാശത്തിനു വേണ്ടി ഗുരു നടത്തിയത് വലിയ പോരാട്ടമായിരുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയായിരുന്നു അതിലാദ്യം. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ 79 ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ശിവരാത്രിക്ക് ഈ നെയ്യാറിലെ ശങ്കരൻ കയത്തിൽ മുങ്ങിയ ഗുരു ഒരു കല്ലുമായി തിരികെ കയറി. ആ കല്ല് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ഗുരുദേവന്റെ ആദ്യ പ്രതിഷ്ഠ. അന്നോളം കേരളം കണ്ട ഏറ്റവും ധീരവും വിപ്ലവകരവുമായ സാമൂഹ്യ മുന്നേറ്റമായി അത് പിന്നീട് വാഴ്ത്തപ്പെട്ടു. നീച ജാതിബോധത്തിന്റെയും സവർണ മേധാവിത്വത്തിന്റെയും അടിത്തറ തകർത്ത ശിലയായിരുന്നു അരുവിപ്പുറത്ത് ഗുരു സ്ഥാപിച്ചത്. ജാതിക്കോമരങ്ങൾ ഗുരുദേവനെതിരെ ഉറഞ്ഞുതുള്ളി. നിങ്ങളുടെ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചതെന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. അന്ന് ഒരു വിഗ്രഹ പ്രതിഷ്ഠയിലൂടെ ഗുരു മാനവരാശിയെ ശരിക്കും ഉണർത്തിയെടുക്കുവാനായിട്ട്, കാരണം അറിവിന്റെ തലത്തിലാണ് വിപ്ലവം ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗുരു ഇവിടെ എഴുതി വെച്ച ഒരു മഹിതമായ ശ്ലോകമാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന്. ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന മനുഷ്യരിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ആത്മാഭിമാനബോധം ഉയർത്തി, അവരുടെ ആത്മവിശ്വാസം കൂട്ടി. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഗുരുവിനെ കാണാനെത്തി. ആരാധനാ സ്വാതന്ത്ര്യത്തിനും പ്രതിഷ്ഠ നടത്താനുള്ള അവകാശത്തിനുമായി ഗുരു അവർക്കൊപ്പം നിന്നു. ശിവഗിരിയിൽ അറിവിന്റെ ദേവതയായ ശാരദാ പ്രതിഷ്ഠ, കാരമുക്കിൽ ദീപപ്രതിഷ്ഠ, മുരുക്കുംപുഴയിൽ ശിലാഫലകത്തിൽ സത്യം, ധർമ്മം,
ദയ, ശാന്തി എന്നെഴുതിയായിരുന്നു പ്രതിഷ്ഠ. കളവങ്കോടും ഉല്ലലയിലും കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. അങ്ങനെ ആരാധനയ്ക്കും വിശ്വാസത്തിനും നാരായണ ഗുരു പുതിയ അർത്ഥതലങ്ങൾ നൽകി. പ്രതിഷ്ഠ നടത്താനുള്ള അവകാശം കീഴ്ജാതിക്കാരനുമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അരുവിപ്പുറം. ഗുരുദേവ ജയന്തിയും ശിവരാത്രിയുമാണ് പ്രധാന ആഘോഷങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഗുരുവിന്റെ ദർശനങ്ങളെ യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ വിശകലനം ചെയ്തത്. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ചെറായിയിലെ വീട് ഇന്ന് സംരക്ഷിത സ്മാരകമാണ്. ജാതിരഹിതവും വർഗരഹിതവുമായ ഒരു സമൂഹമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ മനസ്സിൽ എന്നുമുണ്ടായിരുന്ന സ്വപ്നം. തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടന്നു. ഗുരുവിൻ്റെ ദർശനങ്ങൾ അത്രമേലാഴത്തിൽ അയ്യപ്പനെ സ്വാധീനിച്ചിരുന്നു. മിശ്രഭോജനം നടപ്പാക്കിക്കൊണ്ട് ജാതി വ്യവസ്ഥയ്ക്ക് വലിയ മറുപടി കൊടുക്കാൻ അയ്യപ്പന് കഴിഞ്ഞതും ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു. ഒരു ജാതി എന്ന് പറഞ്ഞ ഗുരുവും ജാതിയില്ല എന്ന് പറഞ്ഞ അയ്യപ്പനും ചൂണ്ടിക്കാണിച്ചത് ഒന്നു തന്നെയാണെന്ന് ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ടവർ അടയാളപ്പെടുത്തുന്നു. ശ്രീനാരായണ സ്ഥിരമായി ഇവിടെ നിന്ന് വന്നിരുന്ന മനുഷ്യനാണ്. ചെറായിയായിട്ട് ശ്രീനാരായണ ഗുരുവിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന ഇതിനടുത്താണ് നമ്മുടെ ചെറായി അമ്പലം. ആ അമ്പലത്തിൽ ഗൗരീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ഗുരുവാണ്. തൊട്ടപ്പുറമാണ് മൂത്തുവന്നം, അവിടെയും പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിൻ്റെ സ്ഥിരമായൊരു സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശമാണ് ചെറായി. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു അദ്ദേഹം. സഹോദരൻ്റെ ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യർ പ്രശസ്തനായ ഭിഷഗ്വരനും വേദേതിഹാസങ്ങളിൽ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് മഠം. ശ്രീനാരായണ ഗുരു, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ചട്ടമ്പിസ്വാമികൾ തുടങ്ങി നിരവധി മഹത് വ്യക്തികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. 1968 മാർച്ച് 6 ഹൃദ്രോഗബാധിതനായി അയ്യപ്പൻ അന്തരിക്കുന്നത്. 1985 സാംസ്കാരിക വകുപ്പ് വീടും പരിസരവും ഏറ്റെടുത്തു. ന്യൂസ് 18 കൊച്ചി. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ആലുവയിലെ അദ്വൈത ആശ്രമവും പരിസരവും. ആശ്രമത്തിനൊപ്പം സംസ്കൃത പഠനത്തിനായി ഒരു വിദ്യാലയവും ഇവിടെ സ്ഥാപിച്ചു. 1924 ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നതും ഇവിടെ വെച്ചാണ്. പെരിയാറിൻ്റെ മറുകരെ മുഖം നോക്കുന്നു സാക്ഷാൽ പരമശിവൻ. പുഴയൊഴുകി വരുന്ന വഴിയിൽ കാലടിയിൽ ആദിശങ്കരനും. ആലുവ തൻ്റെ ആശ്രമത്തിനായി തിരഞ്ഞെടുക്കാൻ ശ്രീനാരായണ ഗുരുവിന് മറ്റ് കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ലായിരുന്നു. വർക്കലയിൽ 1912 ശാരദ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് അനുയായികളുടെ സഹായത്തോടുകൂടി ആലുവയിൽ മഠം സ്ഥാപിക്കുന്നത്. മഠത്തിനൊപ്പം സ്ഥാപിച്ച പഠനകേന്ദ്രം ഒട്ടനവധി പ്രഗത്ഭരെയാണ് സംഭാവന ചെയ്തത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ ഗുരു അദ്വൈതാശ്രമത്തിനോട് ചേർന്നുള്ള സംസ്കൃത വിദ്യാലയത്തിൽ നിയോഗിക്കുകയും ഇവിടെ പഠിതാക്കളായി എത്തിച്ചേർന്നവരൊക്കെ തന്നെ പിന്നീട് സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയുമുണ്ടായി. മഹാനായ അയ്യൻകാളിയുടെ പുത്രി ഭർത്താവായിട്ടുള്ള ടി കേശവൻ ശാസ്ത്രി, അദ്ദേഹം തിരുവിതാംകൂർ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വരെ അലങ്കരിച്ച ആളാണ്. തൻ്റെ സമാധിക്ക് മുൻപ് ഏറിയ പങ്കും ഗുരു ചെലവഴിച്ചത് അദ്വൈതാശ്രമത്തിലായിരുന്നു. പെരിയാറിൻ്റെ ഈ ഓളങ്ങളോട് ചേർന്നുള്ള അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുവിന് ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിൻ്റെ സാമുദായിക സാംസ്കാരിക തലങ്ങളിലെല്ലാം ഇത് ചെലുത്തിയ സ്വാധീനവും ചെറുതല്ല. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 1924 സർവമത സമ്മേളനം തന്നെയാണ്. ശിവരാത്രി ദിനത്തിൽ ആശ്രമത്തിനോട് ചേർന്നുള്ള പന്തലിലായിരുന്നു ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത്. കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷവും അന്ന് കലുഷിതമായിരുന്നു. അദ്വൈതാശ്രമത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ കഴിയുന്നത്
1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഇവിടെ നടന്ന സർവമത സമ്മേളനമാണ്. ആ സർവമത സമ്മേളനം ഗുരു വിളിച്ചു ചേർക്കാൻ ഇടയായ സാഹചര്യം നമുക്ക് കൃത്യമായി നിർണയിക്കാൻ കഴിയില്ലെങ്കിലും മലബാറിൽ നടന്ന കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗുരുസൂക്തങ്ങൾ നിറയുന്ന ആശ്രമത്തിൻ്റെയും പരിസരത്തിൻ്റെയും സ്വച്ഛത തേടി ഒട്ടനവധി ഭക്തർ എന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. എന്തായാലും ഗുരുവിൻ്റെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ എല്ലാ കാലത്തും വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിവിധ ഇടങ്ങളിൽ ഇന്ന് ആഘോഷ പരിപാടികൾ നടക്കും. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കണ്ണൂർ മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ്. GIOയുടെ 30 പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമാണ് GIO. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. തിരുവോണ ദിവസമാണ് ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ അനുമതിയില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIO പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചത്. ദേവസ്വം ഭൂമിയിൽ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ മനഃപൂർവ്വം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. വിഷയം BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അതീവ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണണമെന്നും ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി 30ഓളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം, വകുപ്പ് തല അന്വേഷണം വേണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ BJP ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുകൂടി ഈ അവസരം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂൾ ബസ്സിലാണ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രവർത്തകരെ മാടായിപ്പാറയിൽ എത്തിച്ചത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ 30 GIO പ്രവർത്തകർക്കെതിരെയാണ് കേസ്. BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം മാടായിപ്പാറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. അതേസമയം തങ്ങൾ ഒത്തുചേർന്ന സ്ഥലം ദേവസ്വം വകയാണോ എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് GIO നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദമാണ്. ആ വിവാദത്തിലും രാഷ്ട്രീയ പോര് കനക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ഓണപ്പൂക്കളത്തിനെതിരെ പോലീസ് കേസെടുത്തുവെന്ന ആരോപണത്തിലാണ് രാഷ്ട്രീയ തർക്കം. പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. നാളെ BJP പ്രതിഷേധ മാർച്ച് നടത്തും. BJPയുടെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നാണ് CPMന്റെ ആരോപണം. വ്യാജ വാർത്തയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനാണ് കേസെടുത്തതെന്നും പൂക്കളത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണപ്പൂക്കളം വിവാദമായിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും പറഞ്ഞിരിക്കുന്ന വിശദീകരണം അതവിടെ കൊടിതോരണങ്ങൾ അനധികൃതമായി സ്ഥാപിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്, പൂക്കളവുമായി അതിനൊരു ബന്ധവുമില്ല എന്നാണല്ലോ. തീർച്ചയായും ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം കടുക്കുമ്പോഴാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് പോലീസ് നൽകിയിരിക്കുന്നത്. പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പൂക്കളം ഇട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. കോടതി വിധിക്കെതിരായി രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും ഫ്ലെക്സും പ്രദർശിപ്പിച്ചതിന് FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് FIRൽ പറഞ്ഞിട്ടുമില്ലായിരുന്നു. എന്തായാലും RSS അനുഭാവികളും അതുപോലെ തന്നെ ഈ പ്രവർത്തകരുമായ ശരത്, അശോകൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 25 പേർക്കുമെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ RSSന്റെ കൊടിയെ സൂചിപ്പിക്കും വിധം പൂക്കൾ കൊണ്ട് അത്തമൊരുക്കി എന്ന FIRൽ പറയുന്നു. അതുപോലെ തന്നെ കലാപാഹ്വാനം നടത്തിയെന്നും FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് BJP കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ കേസെടുത്ത നടപടിക്കെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി, വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.
മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത തെളിയുകയാണ്. ഇന്ത്യക്കും US-നും ഇടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെയാണ് പ്രതീക്ഷകൾ ഏറുന്നത്. സാഹചര്യം മെച്ചപ്പെട്ടാൽ മോദി US സന്ദർശിച്ചേക്കുമെന്നറിയുന്നു. അതേസമയം അമേരിക്കൻ IT കമ്പനികളോട് ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് നിർത്താൻ ട്രംപ് നിർദ്ദേശിച്ചതായി സൂചനയുണ്ട്. US-ലെ തീവ്ര വലതുപക്ഷ അനുകൂലികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. മഞ്ഞുരുകുകയാണ്. നല്ല വാർത്തകൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ മുതലുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ബന്ധത്തിൽ അത് പുതിയൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ ആരോപണങ്ങളും അതുപോലെ തന്നെ മെസ്സേജുകളും അദ്ദേഹം മാധ്യമങ്ങൾ വഴി നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടുകൾ വഴിയും വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഇന്ത്യയെ പറ്റി കമൻറ്റുകൾ നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ എക്കണോമി ഒരു ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അതിന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്, നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒറ്റയടിക്ക് ഒരു മലക്കമറിയുന്ന കാഴ്ച ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിലാണുള്ളതെന്നും നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം മഹാനായ നേതാവാണെന്നും, എന്നാൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എതിർപ്പുമെന്നും ട്രംപ് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപിൻ്റെ ഈ വാക്കുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് മോദി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണുള്ളതെന്ന് മോദി അത് ഏറ്റു പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല വാക്കുകൾ ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ US ബന്ധം അത് നല്ല രീതിയിൽ വീണ്ടും എത്തുന്നു എന്നുള്ള പ്രതീക്ഷകളാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഈ തരത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു വാദങ്ങൾ മുൻപ് ഉന്നയിച്ചതുപോലെയുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി ട്രംപുമായി ടെലഫോണിൽ സംസാരിച്ചേക്കാം എന്നാണ് സർക്കാർ ഉന്നതതല വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുൻപേ ട്രംപ് മോദിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി ഒരു ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 തവണ ടെലഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മോദി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ടെലഫോൺ വഴി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ മാസം 23-ാം തീയതി UN-ന്റെ 80ാമത് ജനറൽ അസംബ്ലി US-ൽ വെച്ച് നടക്കുന്നുണ്ട്. 23 മുതൽ 29 വരെയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രസംഗം 27-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇന്ത്യ അമേരിക്ക ഭിന്ന രൂക്ഷമായ സാഹചര്യത്തിൽ നരേന്ദ്രമോദി US-ലേക്ക് പോകില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ US-ൽ പോയി ഇന്ത്യക്ക് വേണ്ടി പ്രസംഗിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ മോദി അമേരിക്കയിലേക്ക് പോകാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ UN ജനറൽ അസംബ്ലിയെ മോദി നേരിട്ട് അഭിസംബോധന ചെയ്യും. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്തിടെ ടെക് ഭീമന്മാരുടെ ഒരു മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ വിളിച്ചിരുന്നു. അതിന് പിന്നാലെ അമേരിക്കയിലെ ചില തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് പ്രചരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ US കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് നിർത്തും എന്നുള്ള ഒരു വാർത്തകളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലൊക്കെ ഉൾപ്പെടെ നിരവധി US കമ്പനികളുണ്ട്. ഇവയുടെ എല്ലാം പ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരിഹാസ രൂപേണ ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അമേരിക്കൻസിന് ഇനി ഇംഗ്ലീഷ് അറിയാത്ത ഇംഗ്ലീഷ് പറയുന്ന ആളുകളോട് സംസാരിക്കേണ്ടി വരില്ല. കോൾ സെൻറ്റേഴ്സ് മേക്ക് അമേരിക്ക എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് പറയുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് കോൾ സെൻറ്ററുകളിൽ വിളിക്കുമ്പോൾ ഒന്നമർത്തിയാൽ സ്പാനിഷും അതുപോലെ തന്നെ 2 അമർത്തിയാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ 2 അമർത്തി ഇംഗ്ലീഷ് അറിയാത്തവരോട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഗതികേട് അമേരിക്കൻസിന് വരില്ല എന്നാണ് പരിഹാസ രൂപേണ ഇതിനെ പലരും പറയുന്നത്, ഈ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് പലരും. പക്ഷേ സർക്കാർ തലത്തിൽ അമേരിക്കയിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഒരു തീരുമാനം ടെക് ഭീമന്മാരുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു ആക്ഷേപത്തിന് ശക്തിയേറുന്നത്. ഇത്തരത്തിലൊരു കാര്യം അത് പ്രാബല്യത്തിൽ വന്നാൽ അത് തീർച്ചയായിട്ടും മറ്റൊരു തലത്തിലേക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടം, അത് ഇപ്പോൾ വ്യാപാര മേഖലയായിട്ടുള്ള തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഈ വജ്രം, സ്വർണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ മാത്രമല്ല IT മേഖലകളിൽ ഉൾപ്പെടെ തൊഴിൽ നഷ്ടം അത് ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് താരിഫ് വിഷയത്തിൽ അതുപോലെ തന്നെ നയതന്ത്ര ബന്ധം കൂടുതൽ ഒരു
വഷളാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ ട്രംപ് അടുത്ത മാസത്തോടുകൂടി ഏഷ്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഏഷ്യ പസഫിക് സാമ്പത്തിക സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. സൗത്ത് കൊറിയ സന്ദർശിക്കുമെന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഈ സന്ദർശനത്തിൽ അദ്ദേഹം മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിറന്നാൾ ദിനത്തിൽ ആരാധകരോട് ഫോണിൽ സംസാരിച്ച് മമ്മൂട്ടി കൊച്ചിയിലെ വസതിയുടെ മുന്നിൽ കാത്തുനിന്ന ആരാധകർക്ക് നന്ദി പറഞ്ഞു. ഫോണിലൂടെ പിറന്നാൾ ആശംസ അറിയിച്ച് മുന്നിൽ കാത്തുനിന്ന ആരാധകർക്കായി സ്നേഹസമ്മാനമായി കേക്ക് അയച്ചു നൽകി താരം. എല്ലാരും ഉണ്ടായി മമ്മൂക്ക പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ. മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എത്തി. തന്റെ ഇച്ചാക്കയോടുള്ള സ്നേഹസൂചനയുമായി മമ്മൂട്ടിയുടെ ഷർട്ട് ധരിച്ചാണ് മോഹൻലാൽ എത്തിയത്. ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെ മുഖം പതിപ്പിച്ച് ഷർട്ട് ധരിച്ച് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും MS ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ബർത്ത്ഡേ കൂടിയാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വരുന്നു, സുഖമായി അദ്ദേഹം തിരിച്ചു വരുന്നു, കാത്തിരിക്കുന്നു വെള്ളിത്തിര എന്നുള്ളതാണ്. എത്രത്തോളം ആഘോഷത്തിലാണ്, ആവേശത്തിലാണ് ആരാധകർ? ഗുഡ് മോർണിംഗ് അശ്വതി. തീർച്ചയായും വലിയ ആവേശവും ആഘോഷവും ഒക്കെ തന്നെയാണ് മമ്മൂക്കയുടെ പിറന്നാൾ ദിനമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത്. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു ബ്രേക്ക് മമ്മൂക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. കോവിഡ് സമയത്ത് സ്വാഭാവികമായും ഇന്ത്യയിലുള്ള എല്ലാ താരങ്ങൾക്കും ഉണ്ടായ ബ്രേക്ക് ഒഴിച്ചു നിർത്തിയാൽ ഒരു 7 മാസത്തോളം ഒരു കാലയളവിന് ശേഷമാണ് മമ്മൂക്ക ഇനി അഭിനയിക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സെറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് മോഹൻലാലിനൊപ്പം പേട്രിയോട്ട് എന്ന സിനിമയിലാണ്. ആൻഡ്രൂ ജോസഫ് തന്നെ നിർമ്മിക്കുന്ന മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം. ആ സിനിമയുടെ സെറ്റിലേക്കായിരിക്കും മമ്മൂക്ക ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോൾ ചെന്നൈയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു, അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ തന്നെ മമ്മൂക്കയുടെ വീടിന് മുന്നിലേക്ക് ആരാധകർ എത്തുമ്പോൾ തൻ്റെ വീടിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് കൈവീശി ആരാധകരെ കാണിക്കുന്ന മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കുത്തൊഴുക്ക് അർദ്ധരാത്രി 12 മണിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണയും മമ്മൂക്ക നിരാശപ്പെടുത്തിയില്ല. ചെന്നൈയിലാണെങ്കിൽ പോലും ഫോണിലൂടെ തൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി നിന്ന ആരാധകർക്ക് ഫോണിലൂടെ തനിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി എന്ന നടൻ അവരെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾക്കെല്ലാം തന്നെ കേക്ക് വിതരണവും അദ്ദേഹം നടത്തി. അവിടെ നിന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ ആരാധകർക്ക് അദ്ദേഹം വിളമ്പുകയും ചെയ്തു. മനസ്സുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ ഉണ്ട് എന്നതും കൂടി ആ ആരാധകർക്ക് അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മോഹൻലാൽ എന്ന നടൻ താരം അദ്ദേഹം മമ്മൂക്കയുടെ ഫോട്ടോ ധരിച്ച പ്രിന്റഡ് ഷർട്ട് ധരിച്ചാണ് എത്തുന്നത്. അതും ഇന്നത്തെ ദിവസം ഇച്ചാക്കയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. മമ്മൂക്കയെ പറ്റിയുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചെയ്ത സിനിമകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിയായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ പോലും അതൊന്നും ലൈവിലൂടെ പറഞ്ഞു തീരുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ സിനിമയെ ദേശീയ തലത്തിലേക്ക്, മലയാള സിനിമയെ ദേശീയ തലത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ആദ്യ താരമാണ് മമ്മൂട്ടി എന്നത് സംവിധായകൻ പ്രിയദർശൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്നും 74-ാം വയസ്സിലും 75-ാം വയസ്സിലും എത്തി നിൽക്കുമ്പോൾ പോലും മറ്റ് ഇൻഡസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അസൂയയോടെ നോക്കിക്കാണുന്ന, നിങ്ങൾക്ക് മമ്മൂട്ടി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ള, അത് തെന്നിന്ത്യൻ സിനിമയിൽ നിന്നാവട്ടെ, ബോളിവുഡ്, നോർത്ത് ഇന്ത്യൻ സിനിമകളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നാവട്ടെ, ഇന്നും ചോദിക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ താരരാജാവ് എന്ന വിശേഷണം ഇന്നും മാറാതെ നിൽക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അർദ്ധരാത്രി മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ പോസ്റ്റുകളാണ്. അതോടൊപ്പം തന്നെയാണ് അശ്വതി, മമ്മൂക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആൻഡ്രൂ ജോസഫിൻ്റെ പോസ്റ്റ് നമുക്ക് ആ സമയത്ത് മലയാളികൾക്കുണ്ടാക്കിയ ഒരു സന്തോഷമുണ്ട്. കാരണം മമ്മൂക്ക പൊക്കൊണ്ടിരിക്കുന്ന ആരോഗ്യസ്ഥിതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാം ശരിയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആൻഡ്രൂ ജോസഫിൻ്റെ പോസ്റ്റ് വളരെ സ്നേഹത്തോടു കൂടിയാണ് മലയാളികൾ ഏറ്റുവാങ്ങിയത്. ഫാൻസുകാർ ഉൾപ്പെടെ നമ്മൾക്ക് വേണ്ടി നമ്മളോട് വന്ന് പ്രതികരിക്കുകയും ചെയ്തു, താരങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ ആ നടൻ്റെ വീണ്ടും വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മലയാളികളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാന കാര്യം, പലപ്പോഴായി താരങ്ങൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ, ഇപ്പോൾ 54 വർഷമായി മമ്മൂട്ടി സിനിമാ മേഖലയിൽ നിൽക്കുന്നത്, അന്നത്തെ കാലത്തുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു 80-കൾ 90-കളിലൊക്കെ അങ്ങനെ ഒരു മമ്മൂട്ടിയെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നടനെ തിരിച്ചു കിട്ടിയില്ലെന്ന് ഒരിക്കലും മമ്മൂക്കി എന്ന നടനെ പറ്റി പറയാറില്ല. കാരണം ഏറ്റവും ഒടുവിലത്തെ പോലും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയിലൂടെ അദ്ദേഹത്തിന് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രമേയങ്ങൾ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ പുതുതായിട്ടുള്ള
കഥാപാത്രങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിലെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, ഒരു ലീഡിംഗ് താരം കാതൽ പോലൊരു സിനിമയിൽ ഒരു ഗേ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു, മറ്റ് ഇൻഡസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെയുള്ള മമ്മൂക്ക അതൊക്കെ പൊളിച്ചെഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും അസൂയയോടെ നോക്കിക്കാണുന്ന മറ്റ് ഇൻഡസ്ട്രികൾ നമുക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന അഭിനയത്തിൻ്റെ കുലപതി എന്നൊക്കെ മുരളി ഗോപി വിശേഷിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു താരത്തിൻ്റെ പിറന്നാൾ ദിനം സ്വാഭാവികമായും മലയാളം പ്രേക്ഷകർ കൊണ്ടാടുന്നത് പോലെ തന്നെ ആരാധകരും ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഹരി, ഒരു കാര്യം കൂടി, നമ്മൾ ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ച് കൂടി പറയണം. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇന്ന് ബിഗ് ബോസിൽ മമ്മൂട്ടിയുടെ ചിത്രം പതിപ്പിച്ച ഷർട്ടുമിട്ടാണ് മോഹൻലാൽ വരുന്നതെന്ന് പറയുമ്പോൾ ഹരിയുടെ ഷർട്ടും നന്നായിട്ടുണ്ട്. ഇന്നത്തെ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. മമ്മൂട്ടി ബർത്ത്ഡേ സ്പെഷ്യലാണോ? സിനിമകളെ കുറിച്ച് കൂടി ഇനി വരാനിരിക്കുന്ന. ആദ്യം തന്നെ അതിന് താങ്ക് യു. പക്ഷേ നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോഴേക്കും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ പ്രൊമോ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എപ്പിസോഡിന് ശേഷമാണ് പുറത്തു വന്നത്. അതിലാണ് ലാലേട്ടൻ മമ്മൂക്കയുടെ ചിത്രം പതിപ്പിച്ച ഷർട്ടുമായിട്ട് വന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും ചെയ്തു. കാരണം ഇന്നാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ പിറന്നാൾ ദിനമായിട്ട് ലാലേട്ടൻ ചെയ്യുന്ന ഒരു ട്രിബ്യൂട്ട് പോലെ, അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനം പോലെ, തൻ്റെ ഇച്ചാക്കിയോടുള്ള സ്നേഹം പോലെ എന്നുള്ള രീതിയിലാണ് ആ ചിത്രങ്ങൾ പുറത്തു വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂക്കയുടെ വരുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രമായ അലക്സാണ്ടർ എന്ന കഥാപാത്രമായി എത്തിയ സാമ്രാജ്യം എന്ന ചിത്രത്തിൻ്റെ റീമാസ്റ്റേഡ് വേർഷൻ്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11 മണിയോടെ എത്തും. അതോടൊപ്പം തന്നെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ അതാണ് ഏറ്റവും ഒടുവിൽ മമ്മൂക്കയുടെ റിലീസാവാൻ പോകുന്ന ചിത്രം. ആ സിനിമയുടെ അപ്ഡേറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഏതെങ്കിലും ഒരു പ്രോജക്റ്റും കൂടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിലവിൽ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ബസ്സൊന്നും നിലവിലില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഏത് പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് ഫാക്ടർ ഉണ്ടാവാൻ ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്നത് കളങ്കാവൽ എന്ന ചിത്രത്തിൽ. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് തന്നെ ആദ്യം ഹരി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എന്തായാലും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അട്ടപ്പാടിയിലെ കുട്ടികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ച് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും. ആനവായ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള 19 വിദ്യാർത്ഥികളും 11 അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് കൊച്ചി മെട്രോയും നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവ രാജഗിരി ആശുപത്രിയും സന്ദർശിച്ചത്. പാലക്കാട് കാണാൻ ആഗ്രഹിച്ച കുട്ടികളെ കൊച്ചി കാണിക്കാനും മെട്രോയിൽ കയറ്റാനും വിമാനത്താവളത്തിൽ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണ്. വിമാനത്താവളത്തിൽ വെച്ച് കേക്ക് മുറിച്ച് കുട്ടികൾ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം നടത്തി. രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളിയും കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യനും കുട്ടികളും ചേർന്നാണ് കേക്ക് മുറിച്ചത്. മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ S ജോർജും കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസും പരിപാടിയിൽ പങ്കെടുത്തു. സൈലന്റ് വാലിയുടെ അടുത്ത ഉള്ള വനത്തിനുള്ളിലുള്ള ഒരു സ്കൂളാണ്. ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി സ്പോൺസർ ചെയ്ത ഈ യാത്ര നമ്മുടെ കുട്ടികൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും അർപ്പിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി മമ്മൂക്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 18 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. നിർധന കുടുംബത്തിന് ഓണനാളിൽ വെളിച്ചമെത്തിച്ച് KSEB ജീവനക്കാർ. പാലക്കാട് ആനക്കര പഞ്ചായത്തിലെ കിഴക്കേ പൂരക്കൽ സഹദേവൻ പത്മിനി ദമ്പതികളുടെ വീട്ടിലാണ് കുമ്പിടി സെഷനിലെ KSEB ജീവനക്കാർ വൈദ്യുതി എത്തിച്ചത്. കറന്റ് കണക്ഷനായി വയറിംഗ് പൂർത്തിയാക്കാൻ പണമില്ലാതെ വന്നതോടെയാണ് പാലക്കാട് ആനക്കര കിഴക്കേപ്പുരക്കൽ പത്മിനി കുമ്പിടി KSEB ഓഫീസിലെ ജീവനക്കാരോട് കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പങ്കുവച്ചത്. ജീവിത പ്രാരാബ്ധങ്ങൾ കേട്ട കുമ്പിടി KSEB ഓഫീസിലെ ജീവനക്കാരാണ് പിന്നീട് കൈമേയ് മറന്ന് കുടുംബത്തിന് കൈത്താങ്ങായി മുന്നോട്ടു വന്നത്. വീട് വൈദ്യുതീകരിച്ചുള്ള സ്വിച്ച് ഓൺ കർമ്മം കുമ്പിടി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KS ഷീന നിർവഹിച്ചു. അവരുടെ ജോലി സമയം കഴിഞ്ഞിട്ടാണ് അവർ വയറിംഗ് ഒക്കെ നടത്തിയത്. അതിന്റെ എല്ലാ സാമഗ്രികളും നമ്മുടെ ജീവനക്കാർ തന്നെ വാങ്ങി അതിന്റെ കണക്ഷനും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ആ ഒരു കാര്യം ഇവിടെ സാധ്യമായിരിക്കുകയാണ്. ഈ കുടുംബത്തില് KSEBയുടെ ഒരു വെളിച്ചം എത്തിയിരിക്കുകയാണ്. വയറിംഗ് സാമഗ്രികളുടെ പണവും ജീവനക്കാർ തന്നെ സ്വരൂപിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലായി KSEB ജീവനക്കാർ ഓഫീസിലെ ജോലികൾക്ക് ശേഷം പത്മിനിയുടെ വീട്ടിലെത്തി വയറിംഗ് നടത്തി. രാപ്പകലില്ലാതെ നിസ്വാർത്ഥമായി ജോലി ചെയ്ത KSEBയുടെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകാപരമാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നമുക്ക് ഓണത്തല്ലിലേക്ക് പോകാം. പല്ലശ്ശനക്കാർ ഓണം തല്ലിയാണ് ആഘോഷിക്കുന്നത്. ഇക്കുറിയും ആ പതിവ് തെറ്റിച്ചില്ല.
പഴശ്ശിന നാടുവാഴിയായ കുറൂർ നമ്പുടിയെ സാമൂതിരിയുടെ സാമന്തനായ കുതിരവട്ടം നായർപ്പട ചതിയിൽ വെട്ടിക്കൊന്നു. ഇതിൽ ക്ഷുഭിതനായ പല്ലശ്ശനക്കാർ ഒന്നടങ്കം കുതിരവട്ടം നായർക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ഓണത്തല്ല് എന്നാണ് ഐതിഹ്യം. തിരുവോണ ദിവസം 7 കുടി സമുദായക്കാർ കളരിയിൽ നിന്നും 1 കുടിക്കാർ തല്ലുമന്തം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് തല്ലിനായി അണിനിരന്നുവരിക. അവിട്ടം ദിനത്തിൽ നായർ സമുദായത്തിലെ കിഴക്കുമുറിക്കാരും പടിഞ്ഞാറുമുറിക്കാരും തമ്മിലാണ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ തല്ല് നടക്കുന്നത്. കിഴക്കുമുറിക്കാർ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുകൂടിയും പടിഞ്ഞാറുമുറിക്കാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടിയുമായാണ് തല്ലിനായി എത്തുന്നത്. ഭസ്മക്കുറിയിട്ട് നിരയോട്ടം നടത്തിയ ശേഷം തല്ലാരംഭിക്കും. തല്ലുകൊള്ളുന്ന ആളിന്റെ 2 കൈകളും കാരണവന്മാർ ഉയർത്തിപ്പിടിച്ചു. അതിനുശേഷമായിരുന്നു ആചാരപ്രകാരം മുതുകത്ത് തല്ല്. തുടർന്ന് ആർപ്പുവിളിയോടെ എല്ലാവരും കൂടി ക്ഷേത്രക്കുളത്തിലേക്കെത്തി. കുളത്തിലെ സ്നാനത്തിനും ശയനപ്രദക്ഷിണത്തിനും ശേഷമാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. ന്യൂസ് 18 പാലക്കാട്. അവിട്ടം നാളിൽ ഓണസദ്യയുണ്ട്. പെരുവയർ നിറച്ച് വാനരപ്പട. കാസർഗോഡ് ഇടയിലേക്കാട് നാഗവനത്തിലാണ് വാനരന്മാർക്ക് ഇലയിട്ട് സദ്യ വിളമ്പിയത്. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് വർഷങ്ങളായി വാനരക്കൂട്ടത്തിന് സദ്യ ഒരുക്കുന്നത്. കുറച്ച് ചോറും കുറേയേറെ കായ്കനികളും, ഇതാണ് വാനരക്കൂട്ടത്തിനുള്ള ഓണസദ്യ. ഇടയിലക്കാട്ടുകാവിൽ മനുഷ്യരോട് ഇണക്കമുള്ള 30ഓളം കുരങ്ങുകളുണ്ട്. ഇവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് നവോദയ ഗ്രന്ഥാലയം ബാലവേദി വാനരസദ്യയ്ക്ക് തുടക്കമിട്ടത്. ഉപ്പ് ചേർക്കാത്തതും ആരോഗ്യപ്രദവുമായ ഭക്ഷണം മാത്രമേ കുരങ്ങുകൾക്ക് നൽകാവൂ എന്ന ബോധവൽക്കരണവും വാനരസദ്യയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നു. സദ്യവട്ടം ഒരുക്കി തുടങ്ങിയപ്പോഴേക്കും മരച്ചില്ലകൾ കുലുക്കി വാനരസംഘമെത്തി. ക്യാരറ്റ്, പപ്പായ, പേരയ്ക്ക, സപ്പോട്ട തുടങ്ങി 18 ഇനങ്ങളാണ് സദ്യയിൽ വിളമ്പിയത്. കഴിയാവുന്നത്രയും വിഭവങ്ങൾ ആദ്യം വാരിയെടുത്തു. തീന്മേശയിൽ ഓടി നടന്ന് ഇഷ്ടവിഭവങ്ങൾ തേടിപ്പിടിച്ച് വയർ നിറച്ചു. ചക്കക്കാലം കഴിഞ്ഞതിനാൽ സംഘാടകർ തേടിപ്പിടിച്ചെത്തിച്ച വരിക്കച്ചക്കയ്ക്ക് വേണ്ടിയാണ് കുരങ്ങുകൾ മത്സരിച്ചത്. കാവിലെത്തുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ പ്രത്യുൽപാദനശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ ആരംഭിച്ച വാനരസദ്യ ഇപ്പോൾ ഓണക്കാലത്തെ പ്രധാന ആകർഷണമാണ്. ന്യൂസ് 18 വലിയ പറമ്പ. നമുക്കറിയാം, ഇത്തവണ തിരുവോണവും നബിദിനവും ഒരു ദിവസമായിരുന്നു. നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി മാനവ സ്നേഹത്തിന്റെ മഹത്തായ മാതൃക തീർക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം. വർഷങ്ങളായി തുടരുന്ന മതേതരത്വത്തിന്റെ മഹാസന്ദേശമാണ് മലപ്പുറം വളാഞ്ചേരിയിലെ മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിൻ്റെത്. ഇക്കുറി നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയപ്പോൾ ഇരട്ടി സന്തോഷത്തോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ നബിദിന ഘോഷയാത്രയിൽ മധുരവുമായി എത്തിയത്. ഓണത്തപ്പനെ വരവേൽക്കുന്ന തിരക്കുകൾക്കിടയിലും നബിദിന മധുകൾക്ക് സ്വാഗതം മോതാൻ ക്ഷേത്രം ഭാരവാഹികൾ സമയം കണ്ടെത്തി. കുരുന്നുകൾക്ക് മധുരം നൽകി ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേർന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പോർവിളി നടക്കുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യ മനസ്സുകളിൽ മതത്തിന്റെ അതിർവരമ്പുകൾ തീർക്കുന്ന ഇരുണ്ട കാലത്ത് മാനവസ്നേഹത്തിന്റെ വെളിച്ചമാവുകയാണ് മഞ്ചറ മഹാദേവ ക്ഷേത്രവും ഭാരവാഹികളും. തുടങ്ങിയിട്ടൊരു 10-15 വർഷമായി ഉണ്ടാവും. മുടക്കം വരുത്താതെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളൊരു ഐക്യമാണ് എല്ലാവരും. സമൂഹത്തിന്റെ പല കോണുകളിലും മതം പറഞ്ഞ് വേലിക്കെട്ടുകൾ ഉയരുമ്പോഴും മഞ്ചറ മഹാദേവ ക്ഷേത്രം തങ്ങളുടെ പതിവ് തെറ്റിക്കുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോയ നബിദിന ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം അധികാരികൾ മധുരം വിളമ്പി. ക്ഷേത്രം ഭാരവാഹികളുടെ മധുരം സ്വീകരിച്ച കുരുന്നുകളും ഉസ്താദുമാരും നാട്ടുകാരും ക്ഷേത്രം കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് റാലിയുമായി മുന്നോട്ട് നീങ്ങി. ആഘോഷങ്ങൾക്ക് മതേതരത്വത്തിന്റെ മധുരം നൽകുന്നത് തന്നെയാണ് ഈ നാടിന്റെ നന്മ. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് തന്നെയാണ് മലപ്പുറത്തിന്റെ റിയൽ സ്റ്റോറി. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ഇടയിലക്കാട് കാവിൽ ഒരിലത്താമര എന്ന അപൂർവ സസ്യത്തെ തേടി കുട്ടികളെത്തി. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന അപൂർവ സസ്യമാണ് ഒരിലത്താമര. പുനർജനിക്കായി കിഴങ്ങിനെ 6 മാസം മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരില മാത്രമുള്ള സസ്യത്തിന്റെ ജീവിതചക്രം കുരുന്നുകൾക്ക് കൗതുക കാഴ്ചയായി. ഈ വാർത്തയിലേക്ക് വരാം. കാസർഗോഡ് ചീമേനി അരിയിട്ട പാറയ്ക്ക് ഇപ്പോൾ വർണ്ണ വൈവിധ്യങ്ങളുടെ കാലമാണ്. മഴക്കാലത്തെ സപുഷ്പി സസ്യങ്ങളാണ് കരിമ്പാറക്കെട്ടുകളെ നിറങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിൽ ആരുടെയും മനം കവരുന്നത് ചൂതും കാക്കപ്പൂവുകളുമാണ്. മഴക്കാലം ചെങ്കൽ കുന്നുകളെ നിറങ്ങൾ കൊണ്ട് മൂടുകയാണ് കാക്കപ്പൂവുകൾ. കറുത്ത പാറപ്പരപ്പുകൾക്ക് മുകളിൽ പച്ചപ്പുൽ നാമ്പുകളും മീതെ ഓണപ്പൂവുകളും. വയലറ്റ് നിറത്തിൽ കണ്ണെത്താ ദൂരത്തോളം പൂത്തുവിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂക്കളും മുട്ടിയുരുമി സൂചിമുട്ടുകൾ പോലെ ചൂതും. മഴയിൽ കുതിരുമ്പോൾ 4 മാസം മാത്രം ചെങ്കൽ കുന്നുകൾ ഒരുക്കുന്ന ദൃശ്യവിരുന്നാണ് ഈ പൂവുകൾ. മഴ കൂടുതൽ ലഭിച്ചതിനാൽ ഇത്തവണ കാക്കപ്പൂവും സമൃദ്ധമായി പൂവിട്ടിട്ടുണ്ട്. എരിയോക്കോളൻ എന്ന ജനസിൽ വരുന്ന
10-ലധികം ചെടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ മഴക്കാലത്ത് മാത്രം രൂപപ്പെടുന്ന അല്ല മഴക്കാലത്ത് മാത്രം കാണുന്ന കുറച്ച് കാലത്തേക്ക് മാത്രം ജീവിക്കുന്ന ചെടികൾ. നമ്മൾ അതിനെ എഫിമറൽ പ്ലാന്റ്സ് എന്ന് പറയും. നമ്മുടെ കുന്നിൻ പ്രദേശത്തുള്ള മിക്കവാറും പ്രത്യേകിച്ച് ചെങ്കൽ കുന്നുകളിലുള്ള ചെടികളിൽ ഭൂരിഭാഗം ചെറിയ ഔഷധികൾ എന്ന് പറയുന്ന ഹെർബ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചെടികളെല്ലാം തന്നെ എഫിമറൽ പ്ലാന്റ്സ് എന്ന് പറയും. ഒരു 3-4 മാസത്തേക്ക് മാത്രമേ അതിൻ്റെ ആയുസ് ഉണ്ടാവുള്ളൂ. വൈകുന്നേരങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ആളുകൾ എത്താറുണ്ട്. പൂക്കളമൊരുക്കാനുള്ള പൂവുകൾക്കായി നാട്ടുകാരും കുന്നിൻ മുകളിൽ എത്തിച്ചേരും. ചൂതുവർഗത്തിൽപ്പെട്ട 10-ലധികം ഇനം സസ്യങ്ങളും 6 തരം കാക്കപ്പൂക്കളും അരിയിട്ടപ്പാറയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ ഇത്തരം ചെങ്കൽക്കുന്നുകൾ വലിയ തോതിൽ ജലം സംഭരിച്ചു വയ്ക്കുന്നു. മാത്രമല്ല 1000-ലധികം സപുഷ്ടി സസ്യങ്ങളും 800-ലധികം പ്രാണിവിഭാഗങ്ങളും 200-ലധികം ചിത്രശലഭങ്ങളും ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യത്തിന്റെ സമാനതകളില്ലാത്ത കലവറകൾ കൂടിയാണ്. ന്യൂസ് 18 ചീമേനി. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം നമ്മൾ ആ കാഴ്ചകൾ കണ്ട് ഞെട്ടിയതാണ്. ഇപ്പോൾ അതിന് പിന്നാലെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ SHOയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ജീവനക്കാരെയാണ് പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI PM രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കേസ് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനാണ് ഹോട്ടലുടമ ഔസേപ്പിന്റെ വീട്ടിലെത്തി പണം വാങ്ങിയത്. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. ഗ്രേഡ് SI ജയേഷിന്റെ തന്നോടുള്ള പൂർവ്വ വൈരാഗ്യം തീർക്കുകയായിരുന്നു എന്നാണ് ഔസേപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്, ചർച്ചകൾ വരേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുപൊറുപ്പിക്കാനാകില്ല. കഴിഞ്ഞ ദിവസം 4 പോലീസുകാർക്കെതിരെ കുന്നംകുളത്ത് 4 പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതുപോരാ, അവരെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കണം, പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ പീച്ചിയിലും ഇത്തരത്തിൽ സമാനമായ പരാതി ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. തൃശൂരിലെ മർദ്ദനത്തിൽ 4 പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തുടർ നീക്കം നിർണായകമാണ്. പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. KCLൽ ഇന്ന് കലാശപ്പോര്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കൊല്ലം സെയിലേഴ്സുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം നടക്കുന്നത്. കളിച്ച 10 മത്സരങ്ങളിൽ 8 ജയിച്ചായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സെമിയിലേക്ക് മുന്നേറിയത്. സെമിയിൽ കാലിക്കറ്റിനെതിരെ 15 റൺസിന്റെ വിജയം. ഒടുവിൽ കിരീടം ലക്ഷ്യമിട്ട് കലാശപ്പോരിന് ഇറങ്ങുകയാണ് കൊച്ചി. ഇനി നമുക്ക് സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. തൃശൂർ വലക്കാവ് ദേശം തച്ചമ്പള്ളിയിലെ ബിജുവിന്റെയും വീണയുടെയും 25ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അതുൽ, അച്ചു കുടുംബാംഗങ്ങളാണ്. ബിജു, വീണ, ഹാപ്പി ആനിവേഴ്സറി. ഇടുക്കിയിലെ അനുവിന്റെയും റോജിയുടെയും 5ാം വിവാഹ വാർഷികം ആണ് ഇന്ന്. അനുവിനും റോജിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരുപാട് കാലം മുന്നോട്ട് പോകാനാകട്ടെ. സന്തോഷമായി. തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ ആതിര MRന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. ആശംസകളുമായി അമ്മ രമാദേവിയും ചേച്ചി അശ്വതിയും. ആതിര, ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഖത്തറിലുള്ള തിരുവനന്തപുരം നേമം സ്വദേശികളായ നിതിന്റെയും റോഷ്നിയുടെയും മകൾ നൈനിക നിതിന്റെ പിറന്നാളാണിന്ന്. കുടുംബാംഗങ്ങൾ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഗുഗു, നൈനികയുടെ പ്രിയപ്പെട്ട ഗുഗുവും ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ഈ ഗുഗു ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ക്യാമറ ചീഫ് രഘു ആണ്. രഘുചേട്ടൻ അങ്ങനെ ഒരു പേരുണ്ടെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. നൈനിക, ഹാപ്പി ബർത്ത്ഡേ. ഇനി ശ്രീനാരായണ ഗുരു ജയന്തി പ്രത്യേക പരിപാടി ഗുരുസാഗരം കാണാം.